ഒരു ഇടുങ്ങിപ്പോകുന്ന ഒരു ജോബിലല്ല ആഗ്രഹിച്ചത്. ഒരു ഓണ്ടർപ്രണർ ആയിട്ട് അനേകർക്ക് എൻ്റെ കൈകളുടെ ഒരു സപ്പോർട്ട് ചെയ്യണം, ഈ ഹെൽപ്പ് എന്നുള്ള ഒരു മൈൻഡാണ് എനിക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു ജേർണിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിരുന്നു ഞാനും മാഡവുമായിട്ടുള്ള മീറ്റിങ്ങിലും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാഡം പറഞ്ഞപ്പോൾ അതിനെ ഞാൻ എളുപ്പം അത് ക്യാച്ച് ചെയ്യുമായിരുന്നു. കാരണം എന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ഐഡിയ ചേച്ചിയുടെ മനസ്സിൽ തോന്നിയതാണോ അതോ ആ ഡോക്ടർ മാഡം പറഞ്ഞു തന്നൊരു ഐഡിയ ആണോ അത്? അതല്ല, ഞാൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ എന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീ ടൈമിൽ പോയി എല്ലാവരും ചെന്ന് കാണും. അപ്പം എന്നെ ഒരു പെറ്റ് നെയിം പോലെ വിളിക്കുന്നത് എന്നെ ജോളി എന്നായിരുന്നു. എനിക്കാന്ന് വെച്ചാൽ എന്റെ പേരൊരു വെറൈറ്റി നെയിം. അതെ, മോൾസി. അതെ, നമ്മൾ കുറെ മോൻസി എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്. അതെ, അപ്പൊ എളുപ്പം അങ്ങോട്ട് പറഞ്ഞാൽ ക്യാച്ച് ചെയ്യത്തില്ല. അപ്പം എളുപ്പം ഒരാളിലേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തില് എന്റെ സിമ്പിൾ ആയിട്ടുള്ള പേരാണ് ജോളി എന്നുള്ളത്. അപ്പൊ അത് ഞാൻ പറയുമ്പം ഞാൻ ഡ്യൂട്ടിയിൽ ചെല്ലുമ്പോൾ എന്റെ സൗണ്ട് അടുത്ത റൂമിൽ കേൾക്കുമ്പം ജോളി സിസ്റ്ററെ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ ഭയങ്കര ഒരു സന്തോഷമാണ്. എല്ലാവരും പോയി കാണാനും വിസിറ്റ് ചെയ്യാനും ഫ്രീ ടൈം ഞാൻ അങ്ങനെ യൂസ് ചെയ്തത്. അവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ട്